ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യപ്രചാരണം നാളെ അവസാനിക്കുകയാണ്. ഉത്തർപ്രദേശ്, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ അടക്കം 10 സംസ്ഥാനങ്ങളിലും ജമ്മുകാശ്മീർ, ലക്ഷദ്വീപ്, പുതുച്ചേരി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് ആദ്യഘട്ടം വോട്ടെടുപ്പ് നടക്കുക. വിശദാംശങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് അഗെയിൻ രാധാകൃഷ്ണൻ, വിശദാംശങ്ങൾ പറയൂ. എസ്കെൻ 102 ലോക്സഭാ മണ്ഡലങ്ങൾ ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് 102 ലോക്സഭാ മണ്ഡലങ്ങളാണ്. ഈ ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കാണ് നാളെ വൈകിട്ടോടുകൂടി തിരശീല വീഴുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സൗകര്യങ്ങൾ ഏതെങ്കിലും വിധത്തിൽ മറ്റ് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതുൾപ്പെടെയുള്ളവയായിരിക്കും ചർച്ച ചെയ്യുക. അതിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാനും ഒപ്പം ഈ മറ്റു നിർദ്ദേശങ്ങളും ഒക്കെ ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകും. രാഷ്ട്രീയ പാർട്ടികളിൽ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ വളരെ ശക്തമായിട്ടുള്ള പ്രചരണം, ആരോപണ പ്രത്യാരോപണങ്ങൾ നിരത്തി നേരിടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എല്ലായിടങ്ങളിലും പ്രധാനപ്പെട്ട ദേശീയ നേതാക്കന്മാരൊക്കെ ഇന്നും എത്താനായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അങ്ങനെ വളരെ ശക്തമായിട്ടുള്ള പ്രചരണം നാളെ വൈകിട്ടോടുകൂടി അവസാനിക്കും. 7 ഘട്ടങ്ങളിലായിട്ടാണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ ബൂത്തിലെത്തുന്നത് ആദ്യഘട്ടത്തിൽ തന്നെയാണ്. 102 മണ്ഡലങ്ങൾ. അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നാളെ അവസാനിക്കാനായിട്ട് പോകുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ.